ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശരിക്കും ചൊവ്വാഴ്ചയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ഞായറാഴ്ചയുടെ ഒരു ഫീലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ പൂരമായതുകൊണ്ട് എവിടെയും പുറത്തേക്ക് ഒന്നും ഇറങ്ങിയില്ല. പിന്നെ തമ്മനയിൽ കണ്ട പോലെ ഉറങ്ങി തീർത്ത ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഫുൾ ടൈം ഇന്ന് ഉറക്കം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് വളരെ കുറവാണ്. ഉള്ള സമയത്ത് എടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ നമ്മൾ പതിവ് പോലെ ചാക്കോച്ചൻ ഒളിച്ച് കളിക്കുന്നതാണ് കണ്ടത്. അവന് ഒളിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം ഞാൻ തോമുവിനോടും പറഞ്ഞിട്ടുണ്ട്, തോമു അവൻ്റെ ഒപ്പം ഒളിച്ച് കളിച്ചോളൂന്ന്. അപ്പോൾ ഇങ്ങനെ എണ്ണി ഓടി വന്ന് കാണുക, ഇതൊക്കെയാണ് ഞാൻ പറയാറില്ലേ, ചാക്കോച്ചൻ ഏറ്റവും അവൻ്റെ ഫേവറേറ്റ് ഒളിച്ച് കളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേട്ടനും അനിയനും കൂടി ഒളിച്ച് കളിക്കുക. അപ്പോൾ പാച്ചു എണീറ്റിട്ടില്ല. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ എണീക്കാനായിട്ട് കുറേ ലേറ്റായി. ഇന്നലെ അവിടെ ചേച്ചിയുടെ അവിടെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കിടക്കുമ്പോൾ കുറേ ലേറ്റായി. കുട്ടികളൊക്കെ കിടന്നിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ എണീക്കാനും കുറേ ലേറ്റായി. അപ്പോൾ ഡോണിനും ഇന്ന് എവിടെയും പോകണ്ട, ആർക്കും എവിടേക്കും പോകണ്ട, തൃശ്ശൂർക്കാർക്ക് പൂരല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പതുക്കെയാണ് എണീറ്റത്. ഞാൻ പ്രത്യേകിച്ച് കുറേ ലേറ്റായിട്ട് എണീറ്റത് കേട്ടോ. വേറെ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇന്നലെ രാത്രിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച എല്ലാ ഫുഡും ഉച്ചയിലത്തേക്കുണ്ട്. അപ്പോൾ അതും പ്രത്യേകിച്ച് എന്താ പറയുക, ഒന്നും എടുക്കാനോ പിടിക്കാനോ കുട്ടികൾക്ക് ഒതുക്കി കൊടുക്കാനോ ഒന്നുമില്ല. മറ്റേത് ഞാനാണ് ഇങ്ങനെ എടുത്തിട്ട് ഒക്കെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറേ താലികളാണ് കേട്ടോ, ഹിന്ദുക്കളുടെ താലികളാണ്. അപ്പോൾ ഞാനൊരു പാർട്ടിക്ക് വേണ്ടി കാണിക്കാൻ എടുത്തപ്പോൾ എന്നാൽ പിന്നെ കയ്യോടെ അത് കൂടെ നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ പോസ്റ്റിങ്ങും കാര്യങ്ങളും പതിവുപടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പൂരമായെന്ന് വെച്ചിട്ട് പോസ്റ്റ് ഓഫീസിന് അവധി ഉണ്ടായിരുന്നില്ല, പക്ഷേ DTDCക്ക് അവധിയായിരുന്നു. അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, അത് പിന്നെ ഈ പറഞ്ഞ പോലെ 10 മണിക്ക് എണീറ്റാൽ 2 മണി വരെ സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ 10:30 ഇന്ന് ശരിക്കും പറഞ്ഞാൽ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ ഇന്നൊന്നും കഴിച്ചില്ല. കാരണം വിശന്നില്ല. രാവിലെ എണീറ്റ് വന്ന ഒരു ഗ്ലാസ് ചായ കുടിച്ചപ്പോഴേക്കും ഞാൻ സമയം നോക്കിയപ്പോൾ 11 മണിയൊക്കെ ആയി. എന്നാൽ ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് റെഡിയാക്കി. അപ്പോൾ ഇത് പാദസരമാണ് കേട്ടോ. പിന്നെ അത് ലവിൻ്റെ ലോക്കറ്റ്, നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയിലത്തേക്കുള്ള പോസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഡാഡിയിൽ കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവർ നാത്തൂനും ഭക്ഷണം കഴിക്കുന്നത്. അതായത് ഭക്ഷണമൊക്കെ വെച്ചിട്ട് ചട്ടി തുടയ്ക്കാമെന്ന് പറയില്ലേ, ആ പണിയാണ് വർത്താനം പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ പിണങ്ങിയിട്ട് വന്നിരിക്കുക. ഇങ്ങനെയാണ് കേട്ടോ പാച്ചു. അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മൂപ്പര് ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കും. അതാണ് അവൻ്റെ പ്രകൃതി. 2 മിനിറ്റ് ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അതൊക്കെ പോകും. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ കക്കയും ചെമ്മീനും ഇന്നലെ രാത്രിയിലേക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്, പക്ഷേ വേണ്ടി വന്നില്ല. അപ്പോൾ ഇന്ന് ചെമ്മീൻ കറി ഡിമ്പിളുടെ വക, തോരനും ഡിമ്പിളാന്ന് തോന്നുന്നുണ്ട്, കക്ക ഡിവൈൻ്റെ വകയായിരുന്നു. 3ഉം എന്താ പറയുക, ഞാൻ പറഞ്ഞു ഒന്നിനൊന്നും മെച്ചായിരുന്നു. പിന്നെ ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാത്ത കാരണം ഞാനിത് 2 ട്രിപ്പ് ഉണ്ട്. ഞാൻ സാധാരണ വളരെ കുറവ് ചോറ് കഴിക്കാറുള്ളൂ, പക്ഷേ ഇന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു ഭയങ്കര ടേസ്റ്റ്, ഞാൻ 2 ട്രിപ്പ് ഉണ്ട്. അതുകൊണ്ട് എന്തായി, ഞാൻ അങ്ങനെ കൂടുതൽ ഭക്ഷണം കഴിക്കാറില്ല. ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മൾ വിഴുങ്ങിയ പോലെ കിടക്കാമെന്ന് പറയില്ല, അതുപോലെ ഒരൊറ്റ കിടപ്പും കിടന്നു കേട്ടോ. ഇതിപ്പോൾ ഊണ് കഴിഞ്ഞ് കഴിക്കുമ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ പോകുമ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികളിട്ടിട്ടാണ് കഴിക്കാതിരിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ ഇപ്പം ഇങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ചിലരുണ്ട് രാവിലെ, പണ്ടൊക്കെ ഞാനും ഉച്ചയ്ക്ക് മുമ്പായിട്ട് വാഷ് ചെയ്തിടുക അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ചെയ്യുക എന്നുള്ളതായി. കുട്ടികളോട് ഞാൻ പറയും, എപ്പോഴാണോ കൈയൊഴിവ് അപ്പോൾ, അല്ലാണ്ട് ഇന്ന സമയം അതിന് വേണ്ടി മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇനി ഇവിടെ പിള്ളേരുകൾ കുറച്ചും കൂടിയൊക്കെ വലുതായി കഴിഞ്ഞാൽ അതിനൊരു കൃത്യവും കാണിച്ചുണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷമാണ് കംപ്ലീറ്റ് തുണികളൊക്കെ തോരയിട്ട് അത് കഴിഞ്ഞതാ ഇവരെ കുറച്ച് നേരം അയച്ചിട്ട് സുഖമായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ കിടന്ന് ഉറങ്ങി എണീറ്റിട്ടുള്ള പരിപാടികളാണ്. ഇവർക്കുള്ള പാൽ വെച്ച് കൊടുത്തു. അപ്പം ഞാൻ പറയാറില്ലേ, ഇവരുടെ ബാക്കി പാലാണ് ഉണ്ടാവാറുന്നത്. അപ്പം 3 പേരുടെയും മറ്റേ ഫീഡിങ് ബോട്ടിലത്തെ പാൽ ഞാനിങ്ങനെ ഗ്ലാസ്സിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. അത് അവർക്കുള്ള ഗ്ലാസ്സാണ് അത് കേട്ടോ. അത് അവിടെ ആക്കി മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് ഇവർക്ക് അത് ഒഴിച്ചു കൊടുക്കും. അപ്പം ഞാൻ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങാൻ പോയത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മുഴുവൻ ഞാൻ തുണികളൊക്കെ തോരയിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഓർണമെൻറ്റ്സിൻ്റെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന്, എനിക്ക് തോന്നുന്നു ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഡാഡിക്കപ്പോൾ ഒന്ന് മറ്റേ പൂരത്തിൻ്റെ അവിടേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഡാഡീനെ 4:45 വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി ഇങ്ങനെ വന്ന് 4:45 ആയപ്പോഴേക്കും
ഡാഡീനെ വിളിച്ച് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്ത് അകത്തേക്ക് ഇട്ടിട്ടാണ് അടുത്ത സെറ്റ് വാഷ് ചെയ്തിട്ടത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ പിന്നുള്ള കമ്മലുകളാട്ടോ. അപ്പോൾ കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട് പിരി വേണ്ട പിന്ന് മതിയെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡാഡിത ഒരു ചട്ടയിൽ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഫുൾ പിന്നുള്ള കമ്മലുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കളർ ആവശ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇത്രാമത്തെ റോയിൽ ഇത്രാമത്തെ കമ്മലെന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ചട്ടയമേലത്തെ ആ ഇതുമേലത്തെ നമ്പർ പറഞ്ഞാലും മതി. പക്ഷെ അത് എല്ലാത്തുമ്മയും സെൻറ്ററിൽ ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ലിപ്പായിട്ടുള്ള കമ്മൽ വേണമെങ്കിൽ മറ്റേ പിന്നായിട്ടുള്ള കമ്മൽ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. അങ്ങനെ അത് കിടന്നിട്ട് ഞാൻ സുഖമായിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങി എണീക്കുമ്പോൾ 6:30 ഇവർ വിചാരിച്ചു ഡിവൈൻ, ഞാനെന്ന് വെച്ചാൽ സാധാരണ സെറ്റിമ കിടന്നിട്ട് ഉറങ്ങാറ്. ഇന്ന് ഞാൻ ബെഡ്റൂം ഒതുക്കാമെന്ന് വിചാരിച്ച് ബെഡ്റൂമിലേക്ക് കിടന്നു. പിന്നെ അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇവർ വീട് മുഴുവൻ അന്വേഷിച്ചിട്ട് എന്നെ കാണാണ്ട്. അപ്പോഴാണ് തോമു പറഞ്ഞത് മമ്മിയുടെ ബെഡ്റൂമിൽ ഫാൻ കറങ്ങുന്നുണ്ടെന്ന്. ഞാൻ അങ്ങനെ പകൽ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങാത്ത ഒരാളാട്ടോ. പക്ഷേ ഇന്നെന്തോ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. അവിടെ നിന്ന് എണീറ്റ് വന്നപ്പോഴേക്കും ഡാഡി ദേ വന്നു. അപ്പോൾ അരി പഞ്ചസാരയും പൊട്ടിച്ചിടുന്ന പരിപാടി ഡാഡിക്കാട്ടോ. പിന്നെ നമ്മുടെ ലിക്വിഡ് പകർത്തുക, അങ്ങനത്തെ കുട്ടി കുട്ടി പണികളൊക്കെ ഡാഡിയാണ് സാധാരണ ഞങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ അത് ഡാഡി അരി പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി കൊണ്ടുവന്നു. അവർക്കുള്ള ഫുഡ് ദേ റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ രാത്രിയായി, സന്ധ്യയായി. അപ്പോൾ ഡിവൈൻ മറ്റേ ചക്ക മുളിഞ്ഞതിൻ്റെ ഇത് ചക്ക 2 ദിവസമായിട്ട് വെട്ടിയിട്ട് മറ്റേ ഇതുമ്പോൾ നിറച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിയപ്പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് പോന്നു. അപ്പോൾ ഡിവൈൻ ബീഫ് വെക്കുന്നുണ്ട് രാത്രി ചപ്പാത്തിയിലേക്ക് എഴുതട്ടാ. എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞു, കാരണം കറികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവരുടെ മേളാണ്. അപ്പോൾ ഡിംപിൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടിരുന്നു. കമ്മലിൻ്റെ സെറ്റുകൾ കുറേ സെക്കൻഡ് സ്റ്റഡൊക്കെ ഒന്ന് വേർതിരിക്കാനുണ്ട്. അപ്പോൾ ഡിംപിൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഇരുന്നു. അപ്പോൾ ഡാഡിയും ഡോണും അവിടെ ഉണ്ട്. അപ്പോൾ ചാക്കോച്ചിന് ചെറുതായിട്ടൊന്ന് പനിക്കുന്നുണ്ട്. അപ്പോൾ ഡോണിൻ്റെ മടിയിലിരുന്ന് TV കാണാണ് കേട്ടോ. അപ്പോൾ ഡാഡിയും മോനും പിള്ളേർ അവിടെ ഉണ്ട്. ഇവർ ഇവിടെ ഭയങ്കര കളിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചനും പാച്ചും ഭയങ്കര സെറ്റാണ്. ചാക്കോച്ചൻ കുറേ കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ മറ്റേ മരുന്നൊക്കെ കഴിച്ചപ്പോൾ ഒന്ന് വയർത്ത് പോയി. ആ വയർത്ത് പോയി കഴിഞ്ഞാൽ അവൻ ഷർട്ട് ഊരിയപ്പോൾ ഉടനെ പാച്ചുവിനും ഊരണം. അങ്ങനെയാണ്. പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യണോ അതൊപ്പം ചെയ്യുക എന്നുള്ളതാണ് കണക്ക് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വഴക്കൊക്കെ കേൾക്കും. അപ്പോൾ പക്ഷേ കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ കൊന്ത ഒരു പാർട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊന്തയുടെ ഫോട്ടോസ് എടുക്കാൻ നിന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഫോട്ടോസ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഞാൻ ഉറങ്ങി തീർത്ത ഒരു ദിവസമായതുകൊണ്ട് തന്നെ വേറെ കൂടുതലായിട്ട് എനിക്കൊന്നും എടുക്കാനോ ഒന്നും ചെയ്യാനോ പറ്റിയില്ല. പിന്നെ ഞാൻ ഒരു 5 മണി വരെ മുറ്റത്ത് കുറേ പരിപാടികൾ ചെയ്തു കേട്ടോ. ചെടികൾ അങ്ങോട്ട് വയ്ക്കും ഇങ്ങോട്ട് വയ്ക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നിങ്ങളത് എപ്പോഴും കാണുന്നതല്ലേ വെച്ചിട്ട് ഞാനതങ്ങോട്ട് വിട്ട് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റോസറി മറ്റേ കൊന്ത മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 2-3 ഷീറ്റ് ഇതൊക്കെ ഇന്ന് ഇങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വേറൊരു പാറ്റേൺ ആട്ടോ. അപ്പോൾ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ പല കളറ് ഉപയോഗിക്കാനായിട്ട് പല ഡിസൈനിൽ നിന്ന് യൂസ് ചെയ്യും, സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റിയ ഒരു കമ്മലാണിത്. ഇതിൽ ഒരുവിധം എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ. നീല, ഒരു ബ്രൗണ്, പിന്നെ റെഡ്, വൈറ്റ്, ബ്ലാക്ക്, ഓറഞ്ച്, ഗ്രീന് എല്ലാ കളറുകളും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം. ഇപ്പോൾ അതിലത്തെ ഒരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ അടുത്തൊരു കളർ ഇതിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. പ്ലെയിൻ സ്റ്റോൺ ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കളറ് ഇതിലത്തെ ഈ കളർ അതിലത്തെ ആ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതനുസരിച്ച് നിങ്ങൾക്ക് കാണിക്കുകയും സെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഡിംപിൾ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നത്. ഡിംപിൾ ഇന്ന് ഡാഡി കുറേയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് കടന്നത്. അങ്ങനെ അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് 11 കുശലും കിടക്കണം. അപ്പം ഞാനെപ്പോഴും കളിയൊക്കെ ഡോണും ഡയോണും ഇങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ. രണ്ടാളും കുറേ ഓടി കളിക്കും. അത് കഴിഞ്ഞത് ഇങ്ങനെ കിടന്ന് കളിക്കും. അന്ന് ഫോണല്ല, അന്ന് TV മറയിലാണ്. അപ്പോൾ ചാക്കോച്ചൻ ഒന്ന് ഉഷാറായപ്പോൾ ഇറങ്ങി നടന്നു തുടങ്ങിയിട്ടാണ്. അവന് അങ്ങനെ എന്താ പറയുക വല്ലാണ്ടുള്ള പനിയോ കാര്യങ്ങളോ ഇല്ല, എന്നാലും ചെറിയൊരു ചൂടുണ്ട്. അങ്ങനെ ഡിംപിളിന് യാത്ര പറഞ്ഞ് പോവുകയാണ്. ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാറില്ലേ, പോകുമ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് എല്ലാവർക്കും ഉമ്മം കൊടുത്ത് എന്താ പറയുക ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ഒക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് പോവാട്ടോ. അപ്പോൾ അപ്പനെ ഉമ്മം കൊടുത്തു. എല്ലാവർക്കും നിരത്തി പിടിച്ച് കൊടുത്താലേ അവന് സമാധാനമുള്ളൂ. അതുപോലെ തന്നെ എണീറ്റ് വരുമ്പോഴും അതെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയണം. അതാണ് അവൻ്റെ ഒരു രീതി. ഞാൻ പറയും ഈ 2 കുട്ടികൾക്കും ഇല്ലാത്തതാണെന്ന് പറയട്ടോ. അങ്ങനെ അവന് നിർബന്ധമാണ് എല്ലാവരും വന്ന് അവന് ഉമ്മം കൊടുക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ.
അങ്ങനെ അപ്പനും മക്കളും മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവരുടെ ഭക്ഷണം ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ നോക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറേ ലേറ്റായിട്ട് എണീറ്റ്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് ഫുഡും കുറച്ച് ലേറ്റായാലേ ശരിയാവുള്ളൂ. കാരണം രാവിലത്തെ കഴിക്കുമ്പോൾ ലേറ്റായി നമ്മൾ അതങ്ങനെയാണല്ലോ, ഒരു ദിവസം തുടങ്ങുമ്പോൾ ലേറ്റായി കഴിഞ്ഞാൽ എല്ലാതും ലേറ്റാവും. പിന്നെ ഇന്ന് ഉറക്കം എനിക്ക് കണക്കാണ്. കാരണം അത്ര അധികം നേരം കിടന്ന് ഉറങ്ങി ഞാൻ. അങ്ങനെ അപ്പനും മക്കളും പോയി, ഡിവൈനും കയറി കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ ഫുഡ് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞാനും ഡിംപിളാണ് അവസാനം കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എടുത്ത പണിയൊന്നും എടുത്തു കൊടുത്ത് വെച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. കാരണം ഇത് പ്രകടിപ്പണിയാണ്. ഈ കുഞ്ഞ് കമ്മലുകൾ ഇങ്ങനെ ഇത് സെറ്റാക്കി ഇടുക, അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്ത് ഓരോ കളറുകൾ ഓരോ ബോക്സിലിടുക, ഭയങ്കര മെനക്കെട് പിടിച്ച പണിയാട്ടോ. പിന്നെ കുട്ടികൾ 2 പേരും ഞാനും ഡാഡിയും ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ 4 പേരും കൂടിയ പെട്ടെന്ന് എല്ലാതും കഴിയും കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു കിച്ചണിൽ വന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ മീൻകറി കുറച്ചുണ്ട്. കാരണം എനിക്ക് മാത്രമേ വേണ്ടൂ. പിന്നെ ഉച്ചയിലത്തെ പയറുപ്പേരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോറാണ് എടുത്തത് കേട്ടോ. എനിക്ക് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറയാറില്ല, എനിക്ക് ചപ്പാത്തി സ്വതവേ ഇഷ്ടമില്ല. പിന്നെ ബീഫ് കറിയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, കക്കയുടെ ഉച്ചയിലത്തുണ്ട്, പിന്നെ സവോളയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസം സാലഡിന് പകരം സവോള വെറുതെ നന്നാക്കി എടുക്കുക ചെയ്യാറ് കേട്ടോ. അങ്ങനെ അമ്മയും മോനും കൂടി കഴിച്ചപ്പോൾ ഞാൻ എന്ത് കാണിച്ചു വെച്ചാൽ കഴിക്കണതിന് മുമ്പായിട്ട് എല്ലാതും കുട്ടി പാത്രത്തിൽ പകർത്തി വെച്ചു. അപ്പോൾ ഞാൻ മീനിൻ്റെ കുറച്ചായാലും ഞാനതൊരു പാത്രത്തിലാക്കി വയ്ക്കും, സവോളയും ഇതൊക്കെ ഉണ്ടെങ്കിലും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു തുണ്ട് മതി ഇവർക്ക് ചോറ് കൊടുക്കാനായിട്ട്, നമ്മുടെ പിള്ളേർക്ക് 3 പേർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട്. പിള്ളേരെന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടികളെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1 സ്പൂൺ കറിയേ ബാക്കിയുള്ളെങ്കിലും ഞാനത് ഒരു കുഞ്ഞു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസം ചോറ് കൊടുക്കുമ്പോൾ ആ ഒരു തുണ്ട് മതി അവർക്ക് ആ ഒരു ചോറിൽ പുരട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും അങ്ങനെ വേസ്റ്റ് ആവില്ല കേട്ടോ. ഇവർക്ക് നമ്മളത് കുഴച്ച് കൊടുക്കണ കാരണം വായയിൽ വെച്ച് കൊടുക്കുകയാണല്ലോ. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കഴിയും. അങ്ങനെ അവരുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അവർക്കുള്ള ഇറച്ചിയൊക്കെ വെച്ച് കൊടുത്ത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തത് ഈ സൈഡ് ഫുള്ള് അടിച്ചു വാരി ക്ലീനാക്കിയിട്ടു. കാരണം കുറേ ഇല വീഴും, പിന്നെ പട്ടികളുള്ളതല്ലേ, അപ്പോൾ അവരുടെ വേസ്റ്റ്, പിന്നെ മണി പ്ലാന്റിൻ്റെ ആയാലും ഇലകൾ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഫുള്ളൊന്ന് അടിക്കണം. അപ്പോൾ എങ്ങനെ വന്നാലും മണ്ണ് വരും. സിമെൻ്റല്ലേ ഇട്ടിട്ടുള്ളൂ, ശരി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ടൈൽസ് ഉണ്ടായിരുന്നു, പക്ഷേ 3 പ്രാവശ്യം കുത്തി തുറന്ന കാരണം അതൊക്കെ നശിച്ച് പല രീതിയിലായിപ്പോൾ ഭംഗിയില്ലാണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാഡിയോട് രണ്ടാമത് പണ്ടത്തെ പോലെ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിവൈൻ അതിൻ്റെ ഇടയിൽ ഒരു ബോട്ടിൽ വെള്ളം എടുക്കാൻ വേണ്ടി താഴേക്ക് വന്നത്. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു ഡിവൈനെ ഈ രൂപത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല, മുടി കെട്ടി വെച്ചിട്ടല്ലേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത കേട്ടോ. പിന്നെ അവർ അവിടെ വർത്താനവും ബഹളമൊക്കെ ആയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സമയം 11:30 പിന്നെ കുറേ നേരം ഞങ്ങൾ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് ഡിവൈനൊക്കെ കയറിയതിന് ശേഷം, ഡിംപിളും കുളിക്കാൻ പോയതിന് ശേഷമാണ് ഞാൻ നാളേക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്തത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ഇട്ടിട്ട് ഞാൻ ഈ പണിക്ക് നിൽക്കും, ഒതുക്കാനായിട്ട് നിൽക്കും. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാക്ക് ചെയ്യാനായിട്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ നവരത്നത്തിൻ്റെ സെറ്റാണ്, ഹെവി സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. എന്താ പറയുക, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഭംഗിയാണ് ഈ മാലയും കമ്മലും. പിന്നെ വള എക്സ്ട്രയാണ്. മാലയും കമ്മലും അതിൻ്റെ കൂടെയുള്ളതാണ്. വള സെപ്പറേറ്റാണ്. ഇത് നേരിയ വളയാണ്. ഇത് ശരിക്കും ഓരോന്നിട്ടാലും കുഴപ്പമില്ല, ഈ 2 ഇട്ടാൽ അതിനേക്കാളും ഭംഗി ഉണ്ടാവുന്നു മാത്രം. ഇത് മറ്റേ നവരത്നത്തിൻ്റെ സെറ്റ്. അപ്പോൾ ഒരു എന്താ പറയുക, 2 പേർക്കുള്ള, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണ 2 പേർക്ക് വേണ്ടിയിട്ടാണ്. ഒരാൾ ഫുൾ സെറ്റ് കൊടുത്തു, ഒരാൾ സിമ്പിളായിട്ടുള്ള സെറ്റ് കൊടുത്തു കേട്ടോ. ഇത് പിന്നെ നിങ്ങൾക്കറിയാലോ, സ്ഥിരം കാണുന്നതാണ് എൻ്റെ വള എന്ന്. ഇപ്പോൾ അതിന് പേര് വന്നു, എൻ്റെ വള എന്ന്, ആൻറ്റിയുടെ വള എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ചോദിക്കുക കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. കുറേ ഈട് നിൽക്കുന്ന ഒരു വളയാണ്. നമ്മൾ എന്താ പറയുക, ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ കൈമ കിടക്കുന്ന വളയാണ്. ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു മാലയാണ്, കണ്ടമാനം പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അമ്മമാർക്കൊക്കെ ഇടാം. അപ്പോൾ അവർക്ക് ഈ ഒരൊറ്റ മാല ഇട്ടാൽ മതി. അതുമ്പോൾ ഒരു കോയിൻ ഇട്ടിട്ട് കഴുത്തി കിടന്ന എന്ത് ഫംഗ്ഷന് പോകുമ്പോഴും ആ ഒരൊറ്റ മാല മതി കേട്ടോ. ഇത് പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ സ്ഥിരം ഇത് കരിമണി, പിന്നെ എൻ്റെ വള, ഇതൊക്കെ എപ്പോഴും നമ്മളുടെ, എനിക്ക് തോന്നുന്നു ഞാൻ ഓൺലൈനിൽ ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. ഈ 4 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റാണ് ഇത്. അറിയാലോ, ബീഡ്സിൻ്റെ മാലയാണ്. ഭയങ്കര ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട്, ബാക്കിയൊക്കെ കഴിഞ്ഞു. മറ്റേ പിങ്കും മൾട്ടി കളറൊക്കെ കഴിഞ്ഞു. ഞാൻ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ 4 വർഷം ഒരു ആഴ്ചയിൽ 2 തവണയെങ്കിലും നമുക്ക് കൊടുക്കേണ്ടി വരുന്ന, പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ഐറ്റമാണിത്, ഈ കരിമണി.
അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കണ്ട് മടുത്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ കാണിക്കണമെന്നുള്ളൂ കേട്ടോ. ഇത് ഇനി ഒക്കെ ഒതുക്കി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ ഡിംപിൾ ഹെൽപ്പ് ചെയ്യാതെ പറഞ്ഞിട്ട് ഡാഡിക്ക് പൂരത്തിന് പോയി വന്ന ക്ഷീണം, ഡാഡി കിടന്നു, എല്ലാവരും കിടന്നു. അപ്പോൾ ഡിംപിൾ അത് ഒതുക്കി വെച്ച് തന്നിട്ടേ കുളിക്കാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം പാച്ചുവിനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനി അവർ കിടക്കാൻ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി എൻ്റെ പരിപാടിയാണ്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ മേൽനോട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാനും കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഉറങ്ങി തീർത്ത ദിവസം. കാലത്ത് ഒരു 10:30 വരെ കിടന്നുറങ്ങി, ഉച്ചയ്ക്ക് ഒരു 5 മണി തൊട്ട് ഒരു 6:30 7 മണി വരെ കിടന്നുറങ്ങി. പിന്നെ എന്താ പറയുക, ഇനിയും വീണ്ടും കിടന്നുറങ്ങാൻ പോകണം. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി. പൂരമായതുകൊണ്ട് പുറത്തേക്ക് എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ടായില്ല. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകാമെന്ന് തലേ ദിവസമേ പ്ലാൻ ചെയ്യും. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. നാളെ ഒരു യാത്രയുണ്ട്, പോയി വന്നിട്ട് ഞാൻ പറയാം എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.